ഒരു സഖാവാണെന്ന് സ്വയം വിശ്വസിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുമ്പോഴല്ല, നീതി കിട്ടാത്തവൻ്റെയും പട്ടിണി കിടക്കുന്നവൻ്റെയും ചൂഷണം അനുഭവിക്കുന്നവൻ്റെയും കൂടെ ചങ്കും ചോരയും കൊടുത്തു നിന്നാൽ ഒരു ഹൃദയത്തിൽ തൊട്ട് വിളിക്കും സഖാവേന്ന്. ആ വിളിക്ക് പകരം വയ്ക്കാൻ ലോകത്തിന്ന് വരെ മറ്റൊന്നിനും കഴിഞ്ഞിട്ടില്ല. പണ്ട് അച്ഛൻ പകർന്നു നൽകിയ ചങ്കൂറ്റം ഒരു 11 വയസ്സുകാരനിൽ നിറഞ്ഞ പോരാട്ട വീര്യമായി 11 കടന്ന് 101 സാങ്കേതികമായി ഇപ്പോൾ അവസാനിച്ചുവെങ്കിലും ജനലക്ഷങ്ങളുടെ സിരകളിൽ അഗ്നി പടർത്തിക്കൊണ്ട് അയാൾ ഉറക്കെ വിളിച്ച ഇൻകുലാബുകൾ ഈ തലമുറ കടന്ന് അടുത്ത തലമുറകളിലേക്ക് അനീതികൾക്കെതിരെ ഉയരുന്ന മുഷ്ടികളായി ദിഗന്ധങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പകർന്നാടിയിരിക്കും. ഉറപ്പ്. ജയിലിൽ വെച്ചേറ്റ കൊടിയ പീഡനങ്ങളും പാദത്തിലേറ്റ ബയണറ്റ് മുറിവും കാരണം മരിച്ചുവെന്ന് കരുതിയ ഈ പോരാളിയിൽ അവസാന ശ്വാസം നിലച്ചിരുന്നില്ല. കാരണം അയാൾക്ക് തോൽക്കുവാൻ മനസ്സുണ്ടായിരുന്നില്ല. ജന്മിത്തം ഏർപ്പാട് ചെയ്ത പോലീസ് തോക്കുകൾ പുന്നപ്ര വയലാർ ഇതിഹാസത്തിന്റെ കഥ പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് കാലം കാത്തുവച്ച യഥാർത്ഥ പോരാളിയുടെ വ്യാജന്റെയല്ല യഥാർത്ഥ ഇരട്ടച്ചങ്കന്റെ പരകായ പ്രവേശമായിരുന്നു കേരളം കണ്ടത്. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന പച്ച മനുഷ്യൻ ഏതൊരാളെയും പോലെ ജീവിച്ചും മരിക്കാനല്ല കൊതിച്ചത്. പകരം തന്റെ കാലഘട്ടം ഒരു യുഗമാക്കി തീർത്ത് അടിച്ചമർത്തപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും കണ്ഠങ്ങളിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങളെ ചെങ്കൊടിക്ക് കീഴിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഇന്ദ്രജാലം തീർക്കുന്ന ഒരു യുഗ പുരുഷന്റേതായ അവതാര പിറവിയാകാനാണ്. പിന്നിൽ നിന്ന് കുത്തിയ രാഷ്ട്രീയ നപുംസകങ്ങളെ വെറും കാഴ്ചക്കാരാക്കിക്കൊണ്ട് ജനമനസ്സുകളിൽ പാവപ്പെട്ടവന്റെ ശബ്ദമായി അവരുടെ പടത്തലവനായി നെഞ്ചുവിരിച്ചിരുന്ന ഒരേ ഒരു വിയസ്, താങ്കൾ മരിക്കുന്നില്ല, ഇനിയും ജീവിക്കും ഞങ്ങളിലൂടെ. ലാൽ സലാം സഖാവേ. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറയിലാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിനൊരു കൂടു തന്നു, ആത്മശിഖരത്തിനൊരു കൂടു തന്നു.